താജുൽ ഉലമ 41-ാം അനുസ്മരണ വേദിയിൽ വേങ്ങര തേക്കിൽ ജുമാ മസ്ജിദ് മുദരിസും യുവ പണ്ഡിതരുമായ കെ സദഖത്തുള്ള മുഈനി ഇരുവേറ്റി അവറുകൾ അനുസ്മരണ പ്രഭാഷണം നടത്തുകയാണ്. അധ്യക്ഷർക്ക് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനവറുകൾ, സയ്യിദുമാർ, പണ്ഡിതന്മാരെ, മുത്തഅല്ലിമുകളെ, ആലമ ഷഹാദയുടെ ഭാഗമായ ദേഹവും ആലമുൽ ഗൈബിൻ്റെ ഭാഗമായ ദേഹിയും ചേർന്നതാണല്ലോ മനുഷ്യൻ. വിരുദ്ധ രണ്ട് ലോകങ്ങളാണ് ഇവ രണ്ടുമെങ്കിലും ഒന്നിന് മറ്റൊന്നിൻ്റെ മേൽ അധികാരവും നിയന്ത്രണവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആലമുൽ മലക്കൂത്തിൻ്റെ ഭാഗമായ ആത്മാവിന് ശരീരത്തിൻ്റെ മേൽ നിയന്ത്രണമുണ്ട്, അധികാരമുണ്ട്. എന്നാൽ എല്ലാ ആത്മാവിനും അതിൻ്റെതായ ശരീരത്തിൻ്റെ മേൽ, ജസദിൻ്റെ മേലിൽ പൂർണ്ണ നിയന്ത്രണം നേടിയെടുക്കാൻ സാധ്യമല്ല. ആത്മാവിൻ്റെ ശക്തിയും അതിൻ്റെ ഗുണവും അനുസരിച്ച് ഇത് പല നിലയിലായി നമുക്ക് കാണാൻ കഴിയും. ശക്തമായ ആത്മാവാകുമ്പോൾ അതിൻ്റെ ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഉയരാൻ ശരീരത്തെ കൂട്ടിപ്പിടിച്ച് അതിൻ്റെ സഹായത്തോടെ ആത്മാവിനക്ക് സാധ്യമാകും. ശരീരം ദുർബലമാകുന്നത് പോലെ ആത്മാവും ചിലപ്പോൾ ദുർബലമാകും. അങ്ങനെ ദുർബലമായ ആത്മാവാകുമ്പോൾ ആ ആത്മാവിനക്ക് ശരീരത്തിൻ്റെ മേൽ നിയന്ത്രണം ലഭിക്കണമെന്നില്ല. മഹാനായ താജുൽ ഉലമയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തൻ്റെ ആത്മാവ് വളരെ ശക്തിയും പവറുമുള്ള, ശരീരത്തെ പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിൽ ഒതുക്കിയ, അതിനുമാത്രം ശക്തിയുള്ള ഒരു നല്ല ആത്മാവിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. മഹാനായ ശംസുൽ ഉലമ കഴിയനോർ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ വിശേഷിപ്പിച്ച ആ ഒരു ചെറിയ കുറഞ്ഞ വാക്കുകളിലുള്ള ആ ഒരു വിശേഷണം കൊണ്ട് തന്നെ നമുക്കിത് ബോധ്യമാകുന്നതാണ്. അൽമുൻ നഫ്സ് അത് തീരെയില്ലാത്ത ഒരാളാണ് മഹാനായ താജുൽ ഉലമ എന്ന് മഹാനായ ശൈഖുനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കഴിയനോർ പറഞ്ഞുവെങ്കിൽ ബൗദ്ധികതയുടെ അഥവാ ശരീരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും തൃണവൽക്കരിച്ച് അതിനെയെല്ലാം അതിജയിച്ചുകൊണ്ട് അത് തീരെ ഇല്ലെന്ന് പറയാൻ പറ്റുന്ന വിധം ശരീരത്തെ നിയന്ത്രിച്ച് ആത്മാവിൻ്റെ ലക്ഷ്യത്തിലേക്ക് ശരീരത്തെ കൂട്ടുപിടിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മഹാനായ താജുൽ ഉലമക്ക് സാധ്യമായി എന്നതാണ്. തൻ്റെ പഠനകാലം തന്നെ വളരെ ചെറുപ്പത്തിൽ പൊന്നാനിയിലേക്ക് പോകുന്നത് തഖ്വീമുൽ ലിസാൻ ഓതിയതിൻ്റെ ശേഷമാണല്ലോ. അവിടെ വെച്ച് പള്ളിയുടെ ഉള്ളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് പള്ളിയിലേക്ക് കയറി വരുന്ന ആ ഭാഗത്തായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഇടം. വിളക്കിൻ്റെ ചെറിയ വെട്ടത്ത് പ്രാണികളും പാറ്റകളുമെല്ലാം ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതൊന്നും വകവെക്കാതെ, സൗകര്യങ്ങളും സുഖങ്ങളും ഒന്നും ആലോചിക്കാതെ അറിവ് പഠിക്കുവാൻ തനിക്ക് ലഭിച്ച സിദ്ധിയും കഴിവും ഉപയോഗപ്പെടുത്തി അത് നേടിയെടുക്കുവാൻ വേണ്ടി മഹാനായ താജുൽ ഉലമക്ക് സാധ്യമായെങ്കിൽ ശരീരത്തെ പൂർണ്ണമായും നിയന്ത്രിച്ച് ശരീരത്തിന് തൻ്റെ ആത്മാവിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൂട്ടുപിടിക്കാൻ പറ്റുന്ന വിധം ശക്തമായി അതിനെ നിയന്ത്രിക്കാൻ പവറുള്ളതുകൊണ്ട് മഹാനായ ശൈഖുനക്കത് സാധ്യമാവുകയും ആ നിലയിൽ താൻ മുന്നേറുകയും ചെയ്തു. ആ കൊച്ചുപ്രായത്തിൽ തന്നെ മഹാനായ താജുൽ ഉലമ ചെറിയ വിളക്കിൻ്റെ വെട്ടത്ത് പുലർച്ചെ വരെയൊക്കെ കിതാബ് മുതാലവ ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പഠനം നടത്തിയിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട എനിക്ക് ശൈഖുൽ ഉലമ അവറുകൾ താജുൽ ഉലമയെക്കുറിച്ച് ഈ വേദിയിൽ വെച്ച് പലപ്പോഴും അങ്ങനെ അനുസ്മരിക്കുന്നത് നാം കേട്ടവരാണ്. വർത്തമാനകാലത്തെ മുത്തഅല്ലിമുകൾ മഹാനായ താജുൽ ഉലമയിൽ നിന്നും പകർന്നെടുക്കേണ്ട, പഠിക്കേണ്ട വലിയൊരു പാഠമാണിത്. തങ്ങൾക്ക് ലഭിച്ച സിദ്ധിയും കഴിവും അത് പരിശുദ്ധ ദീനിന് വേണ്ടി, അത് പഠിക്കുവാൻ വേണ്ടി, അതിനെ പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത്. മഹാനായ താജുൽ ഉലമക്ക് ലഭിച്ച സിദ്ധിയും കഴിവും ബുദ്ധിയുമൊക്കെ താൻ ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി
ആ നിലയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഏതെല്ലാം സ്ഥാനങ്ങളും ഏതെല്ലാം പദവികളും ഭൗതികമായി അവർക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. എന്തൊക്കെ അവർക്ക് ഭൗതികമായ സുഖങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിനൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ദൗത്യവും പരിശുദ്ധ ദീൻ പഠിക്കലും അള്ളാഹു തന്ന തൻ്റെ സിദ്ധിയും കഴിവും ബുദ്ധിയുമൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തൽ തൻ്റെ ബാധ്യതയുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മഹാനായ ശൈഖുനക്ക് മുന്നേറാൻ കഴിഞ്ഞത് വളരെ കവിയായ ഒരാത്മീയ ശക്തി തനിക്കുണ്ടായതുകൊണ്ടാണ്. ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന വിധം തൻ്റെ ആത്മാവ് കരുത്തുറ്റതായതുകൊണ്ടായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും പരാജയപ്പെടുന്നത് അവിടെയാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ ആത്മീയമായ ആത്മാവിൻ്റെ ആവശ്യങ്ങൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളുമാണ്. അതിനെ ഒതുക്കി മുന്നേറാൻ നമ്മെക്കൊണ്ട് സാധ്യമാകുന്നില്ല. അതുപോലെ മഹാനായ താജുൽ ഉലമയ്ക്ക് ലഭിച്ച മറ്റൊരു മഹത്തായ സൗഭാഗ്യം അവിടുത്തെ ആത്മാവിൻ്റെ പരിശുദ്ധിയായിരുന്നു. ആത്മാവ് പരിശുദ്ധമാകുമ്പോഴേ പരിശുദ്ധമായ കലർപ്പില്ലാത്ത ആശയങ്ങളെ അത് പെട്ടെന്ന് തന്നെ സ്വീകരിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും കഴിയുകയുള്ളൂ. ആരതന്മാരായ സിദ്ദീഖുകൾക്ക് ലഭിച്ച മഹത്തായ സൗഭാഗ്യം അതാണ്. സത്യമെന്ന് പറയുന്നത് കലർപ്പില്ലാത്തതാണ്. അതുപോലെ കലർപ്പില്ലാത്ത ആത്മാവാകുമ്പോൾ അവ രണ്ടും പരസ്പരം അങ്ങ് സെറ്റാകും. മഹാനായ താജുൽ ഉലമയെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ഒരു നിലയിൽ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത സൗഭാഗ്യം ലഭിച്ചു എന്നാണ്. മഹാനായ അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഈ വിധം ഖൽബിനെ ഓഹരി ചെയ്യുന്നുണ്ട്. ഖൽബുൻ അജ്റദ് ഫീഹി സിറാജുൻ യസ്ഹറു. ഖൽബ് 4 വിധമാണ്. അത് ഒന്ന് കളങ്കരഹിതമായ ഖൽബാണ്. അതിൽ വിളക്ക് പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമുള്ള ഖൽബാണ് മുഅ്മിനിന്റെ ഖൽബ്. റൂഹ്, ഖൽബ് എന്നീ പദങ്ങളൊക്കെ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണെന്ന് നമുക്കറിയാമല്ലോ. ആനായിരിക്കുന്ന അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ രീതിയിൽ വളരെ തെളിഞ്ഞ കലർപ്പില്ലാത്ത ശുദ്ധമായിരിക്കുന്ന ഖൽബ് ലഭിച്ച ആത്മാവ് ലഭിച്ച മഹാനായ ശൈഖുനക്ക് കലർപ്പില്ലാത്ത സത്യാശയങ്ങളെ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മിഅ്റാജിൻ്റെയും ഇസ്രാഇൻ്റെയും സംഭവം കേട്ടപ്പോൾ ആ കേട്ടപാടെ തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ആത്മീയ പരിശുദ്ധി കൊണ്ടാണ്. എന്നാൽ എല്ലാവർക്കും ഇത് സാധ്യമാവണമെന്നില്ല. ചിലർക്ക് ചില ആശയങ്ങളെ സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് താക്കീതുകൾ വേണ്ടിവരും. മറ്റു ചിലർക്ക് സുവിശേഷങ്ങൾ അറിയിക്കേണ്ടി വരും. ഇതിനു വേണ്ടിയാണ് പ്രവാചകന്മാർ ഈ രീതിയിൽ ഇശാറത്തും നിധാരത്തും നടത്തിക്കൊണ്ട് ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് സത്യദീനിലേക്ക് ക്ഷണിക്കുന്നത്. അത്തരക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്നാൽ താക്കീതുകളെ കൊണ്ടും സുവിശേഷം കൊണ്ടും സത്യം ഉൾക്കൊള്ളാൻ പുൽകാൻ കഴിയാത്തവരുണ്ടാകും. അവരെ ബലാത്കാരമായി സത്യത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അതിനു വേണ്ടിയാണ് യുദ്ധവും ആയുധവും ഒക്കെ. ഇങ്ങനെ മനുഷ്യർ പലവിധത്തിലാണ്. ആത്മാവ് പരിശുദ്ധമാകുമ്പോഴേ സത്യത്തെ അവിടെ പിന്നെ തിരിഞ്ഞു നോട്ടമില്ലാതെ അതവർക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയും. നിരാകരണമെന്ന് പറയുന്നത് അവിടെ ഉണ്ടാകില്ല. ആനായ താജുൽ ഉലമയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജ്ഞാന സരണിയിലൂടെ കടന്നു വന്ന തൻ്റെ മശായിഖുമാരുടെ കൈമാറി വന്ന ഏറ്റവും ശരി എന്താണോ എങ്കിൽ ആ ശരിയെ പുൽകാൻ മഹാനായ താജുൽ ഉലമയ്ക്ക് പിന്നെ 2 വട്ടം ആലോചിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. താജുൽ ഉലമയെപ്പോലെ തൻ്റെ ഗുരുനാഥന്മാരെ ഒപ്പിയെടുത്ത അവർ പകർന്നു തന്ന ആശയത്തെ അവിടെ പിന്നെ വ്യാഖ്യാനങ്ങളില്ല, അവിടെ പിന്നെ വെട്ടിച്ചുരുക്കലില്ല. ആ വിധം പകർന്ന് സമൂഹത്തിന് കൈമാറിയ മറ്റൊരു പണ്ഡിതനെ നമുക്ക് കാണാൻ കഴിയുമോ? മഹാനായ താജുൽ ഉലമയെപ്പോലെ അക്കാലത്ത് ജീവിച്ച വലിയ വലിയ പണ്ഡിതന്മാർ തൻ്റെ മഹാനായിരിക്കുന്ന താജുൽ ഉലമ പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തരായിരുന്നല്ലോ. അത് എന്തുകൊണ്ടാണ്? ഈ ആത്മീയ പരിശുദ്ധി കൊണ്ടാണ്. താൻ ചിലപ്പോൾ ഒറ്റപ്പെടുമെന്ന് മനസ്സിലാകാത്തത് കൊണ്ടല്ലോ, തന്നെ പരിഹസിക്കപ്പെടുമെന്ന് അറിയാത്തത് കൊണ്ടല്ലോ, പലപ്പോഴും
മഹാനായ താജുൽ ഉലമക്ക് ഈ ശരിയായ ആശയം, സത്യം സമൂഹത്തോട് പറഞ്ഞതിൻ്റെ പേരിൽ പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവർക്കതിൽ ഒരു മയപ്പെടുത്തലും അതല്ലെങ്കിൽ ഒരു മിനുസപ്പെടുത്തലും അവർക്ക് സാധ്യമല്ല. അവരുടെ ആത്മാവിൻ്റെ വിശുദ്ധി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ആശയങ്ങളെ ആ രീതിയിൽ തന്നെ അവർ സ്വീകരിക്കും. ഇതാണ് മഹാനായ താജുൽ ഉലമയുടെ മറ്റൊരു സവിശേഷത. സിദ്ദീഖുകൾക്ക് ലഭിച്ച ഈ മഹത്തായ സൗഭാഗ്യം മഹാനായ താജുൽ ഉലമയ്ക്ക് ലഭിച്ചു എന്നാണ്. അതുകൊണ്ടാണ് ശൈഖുനാ താജുൽ ഉലമ സത്യത്തോട് ഒട്ടി നിൽക്കുന്നത്. നമ്മുടെ ഗുരുനാഥന്മാരുടെ പരമ്പരയിൽ ഇത്തരം ഒരു കണ്ണിയിൽ നമുക്ക് കണ്ണിച്ചേരാൻ നമുക്ക് അല്ലാഹു തആല തന്ന മഹത്തായ സൗഭാഗ്യം. ഈ സൗഭാഗ്യം നമ്മൾ വലിയൊരു നിഅമത്തായി കണ്ടുകൊണ്ട് ഈ ആശയത്തെ, ഈ സന്ദേശത്തെ വരും തലമുറക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളുടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, പലപ്പോഴും നമുക്ക് ഭൗതികമായി പലതും നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ താജുൽ ഉലമ അവിടെ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ഓരോരോ മഹല്ലുകളിലും ഓരോ പ്രദേശങ്ങളിലൊക്കെ നിൽക്കുമ്പോഴും നമ്മുടെ നാട്ടിലും അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് ഒറ്റപ്പെടലുകളുണ്ടാകാം. അവിടെയൊക്കെ നമുക്ക് സന്ദർഭത്തിനൊത്ത് സാഹചര്യത്തിനൊത്തൊക്കെ വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറുക്കുവഴികളും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ വെച്ച് നമ്മളങ്ങനെ ജീവിക്കുമ്പോൾ ആൾക്കാർക്കിടയിൽ നമ്മൾ നല്ലവനായിട്ടങ്ങനെ നമ്മളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമുക്കൊരു ബാധ്യതയുണ്ടല്ലോ. മഹാനായ ശൈഖുനാക്കും അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഇതൊന്നും ഇല്ലാതെ തന്നെ സത്യമായ രീതിയിൽ, ശരിയായ രീതിയിൽ അത് സമൂഹത്തിന് പകർന്നു കൊടുത്ത് അത് നമ്മെ ഏൽപ്പിച്ചുവെങ്കിൽ അത് അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യത നമുക്കാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ദൗത്യം നമ്മളാലാവുന്ന വിധം നിറവേറ്റി മഹാനായ താജുൽ ഉലമയുടെ ആ വഴിയിൽ ജീവിക്കാൻ നമ്മളൊക്കെ സന്മനസ് കാണിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.